ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ടൗൺ സ്ക്വയറിൻ്റെ ഉദ്ഘാടനം കുറച്ച് നാളുകൾക്ക് മുമ്പേ കഴിഞ്ഞു. നമ്മൾ ഇതുവരെ ഇവിടെ വന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ പിതാവ് കെ നായർ സാർ ഒരു 36 കൊല്ലത്തോളം നമ്മളുടെ MLA ആയിരുന്നു. സാറിൻ്റെ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. അതുപോലെ നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീബി മേഡത്തിൻ്റെ പേരോട് കൂടിയ പ്രധാന കവാടവുമുണ്ട്. മാത്രമല്ല ഇവിടെ കുറേ പൂന്തോട്ടങ്ങളും പുൽത്തകിടുകളും ഒക്കെ ഉണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ചെയറുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ, സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രദേശവും നമുക്കിവിടെ ഉണ്ട്. ഇവിടെ സെൽഫി പോയിന്റുകളുണ്ട്. അനീഷ് എന്ന കലാകാരൻ വരച്ചിട്ടുള്ള കഥകളി രൂപങ്ങളൊക്കെ ഇവിടെയുണ്ട് കണ്ടോ. അധികം താമസിയാതെ തന്നെ ഇവിടെ ലഘുഭക്ഷണശാലയും പാർക്കും ഒക്കെ വരുമെന്നാണ്, ചെറിയ പാർക്കും ഒക്കെ വരുമെന്നാണ് പറയുന്നത്. എന്നാൽ തേജുട്ടി വളരെ വിഷമിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതല്ല, ഈ പത്തനംതിട്ടയിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഒരു പാർക്ക് പോലും ഇല്ല. ഞങ്ങൾക്കൊരു വലിയ പാർക്ക് ഇവിടെ വേണം. നല്ല വലിയൊരു പാർക്ക് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ. മോൾ അത് പറയാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത്യാവശ്യം ഇടയ്ക്കൊന്ന് പുറത്തൊന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചാൽ, പിള്ളേർക്കാണെങ്കിലും ഇടയ്ക്കൊന്ന് ഔട്ടിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്രത്യേകിച്ച് നല്ലൊരു സ്ഥലമില്ല. ആകെ 2-3 തിയേറ്ററുണ്ട്. വേറെ ഒന്നും നമ്മുടെ പത്തനംതിട്ട ടൗണിലില്ല. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടുവരുന്നതാണ് സുഫല പാർക്കിനെ പറ്റി. ഇനിയെങ്കിലും അതൊന്ന് പ്രാവർത്തികമാക്കിയായിരുന്നു നല്ലതായിരുന്നു. നമ്മളിവിടെ ഒരു കാര്യത്തിന് വന്നു, കുറച്ച് നേരം നമുക്കൊന്ന് ഡിലേ ആകുന്ന കാര്യത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു തണലത്ത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു സ്ഥലമില്ല. അപ്പോൾ അധികാരികൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ടൗൺ സ്ക്വയറിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ഈ രാത്രി 9 മണിക്ക് ശേഷം ഇറങ്ങുന്നത് ഇപ്പോൾ ആദ്യമാണ്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് അത്ഭുതം തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ ആളുകൾ പിള്ളേരും ഒക്കെ ആയിട്ട് ഈ സമയത്തും ഇവിടെ വന്നിരിപ്പുണ്ട് കണ്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ എത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു എൻജോയ്മെൻറ്റ്, ഒരു ഔട്ടിങ്. ഇതിനെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിലൊരു പ്ലേസിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇത് തന്നെ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷമാണ് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും ഇതുപോലെയുള്ള മികച്ച കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ പത്തനംതിട്ടയിൽ വരണം. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേക ശ്രദ്ധയിലെടുക്കുക. അവർക്കൊരു മൈൻഡ് റിലീഫിനാണെങ്കിലും എൻ്റർടൈൻമെൻറ്റിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ ആയിട്ടൊരു പാർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ പത്തനംതിട്ട ടൗൺ സ്ക്വയർ പ്രാബല്യത്തിൽ വരുത്തിയ നമ്മളുടെ നഗരസഭാ അധികാരികൾക്ക് ഒരുപാട് നന്ദി.